ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യൂക്കേറ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് IUPAC നെയിമിംഗ് അല്ലെങ്കിൽ IUPAC നോമൻക്ലേച്ചറാണ് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ റിലേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ എന്താണ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ കോമ്പൗണ്ട്സ്, അതായത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റവും അതുപോലെ അതിനെ സറൗണ്ട് ചെയ്ത് ലിഗാൻസ് നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സ്പിയർ അല്ലെ, അതിനെയാണ് നമ്മൾ യൂഷ്വലി കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് യൂഷ്വലി പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ എങ്ങനെ അതിനെ നോമൻക്ലേച്ചർ അല്ലെ അതിനെ എങ്ങനെ നെയിമിങ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇപ്പം നമ്മൾ കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് ആനയോണിക് കോംപ്ലക്സസ് ഉണ്ട്, അതുപോലെ എന്താണ് കാറ്റയോണിക് കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ കോംപ്ലക്സസിനെ നമുക്ക് ആനയോണിക് ആകാം, അതുപോലെ കാറ്റയോണിക് കോംപ്ലക്സ് ആക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ anionic complex and cationic complex. ഓക്കെ, ആനയോണിക് കോംപ്ലക്സും അതുപോലെ കാറ്റയോണിക് കോംപ്ലക്സും. അപ്പം എന്തായിരിക്കും ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഒരു കോർഡിനേഷൻ സ്പിയർ അല്ലെങ്കിൽ എൻഐടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് കൗണ്ടറായിട്ട് കുറച്ച് അയോൺസ് നിൽപ്പുണ്ടായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ അതിന് കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കാറുണ്ട്. ആ ഒരു പാരാന്തസിസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ വെളിയിൽ കുറച്ച് കൗണ്ടർ അയോൺസ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ CONH3 6 times Cl. ഓക്കെ, ഇതെന്താണ്? Cl നമുക്ക് വേണമെങ്കിൽ Cl3 ആക്കാം, അല്ലെങ്കിൽ ലിഗാൻഡിൻ്റെ ഇതനുസരിച്ച് നമുക്ക് തന്നെ വേരി ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പർട്ടിക്കുലർ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻട്രൽ മെറ്റലാറ്റം ഉണ്ട് അല്ലേ. സോ സെൻട്രൽ മെറ്റലാറ്റം ഇവിടുത്തെ കൊബാൾട്ട് ആണ്. അതുപോലെ ഇവിടെ ലിഗാൻഡ് വരുന്നത് അമോണിയ അല്ലെങ്കിൽ അമീൻ ലിഗാൻഡ് എന്നാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഇവിടെ എന്താണ്? കൗണ്ടർ അയണായിട്ട് 3 Cl3 നിൽപ്പുണ്ട്. അതായത് എങ്ങനെ കൗണ്ടർ അയൺ എന്താണ്? അതായത് നമ്മുടെ ആ ഹോൾ എൻഐറ്റിയെ കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഒരു ഇതാണ് നമ്മൾ Cl3 കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് പറയുവാണെങ്കിൽ ഇവിടെ എന്താണ്? ഇതൊന്ന് ഡിസോസിയേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ വരും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ CONH3 6 times ഇവിടെ ഒരു പർട്ടിക്കുലർ ചാർജ് ഉണ്ട്. ഇപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് പോസിറ്റീവായിട്ടും അതുപോലെ എന്താണ് Cl മൈനസ് ആയിട്ടുമാണ് നിൽക്കുന്നത്. സോ ഓക്കെ, Cl മൈനസ് ആയിട്ടുമാണ് നിൽക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് ഹോൾ പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ഒരു കാറ്റയോണിക് കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഇത് നോക്കുകയാണെങ്കിൽ ഹോൾ കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയറിനകത്ത് സ്പിയർ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, കോർഡിനേഷൻ സ്പിയർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായിരിക്കും എന്ത്? ഇതിവിടെ വരും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ആനയോണിക് കോംപ്ലക്സ്. അവിടെ എന്താണ്? കോർഡിനേഷൻ സ്പിയർ നെഗറ്റീവ്ലി ചാർജ് ആണ്. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പിയറും അതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൗണ്ടർ അയോൺസും ആണ് യൂഷ്വലി വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? നേരെ തിരിഞ്ഞു വരും. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കോർഡിനേഷൻ സ്പിയർ is negatively charged. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം കൗണ്ടർ അയോൺ എന്തായിരിക്കും? പോസിറ്റീവ്. ഏതൊരു ഒരു പോസിറ്റീവ് മെറ്റൽ ആയിരിക്കും. ഇപ്പം സപ്പോസ് പറയുവാണെങ്കിൽ ഇപ്പം K4 FeCN 6 times. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസോസിയേറ്റ് ആണെങ്കിൽ എന്ത് വരും? 4K+ ഉണ്ട് അല്ലേ. സോ 4K+ പ്ലസ് FeCN 6 times. ഇവിടെ പർട്ടിക്കുലർ മൈനസ് ചാർജ് അല്ല വരുന്നത്. ഇതിന് ഹോൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജ് ആണ്. ഇപ്പം ഞാനത് നോക്കുന്നില്ല, ജസ്റ്റ് മൈനസ് നിങ്ങളൊന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് മൈനസ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് ഒരു കാറ്റയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. അതുപോലെ ഇതെന്താണ്?
ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ്. ഇതൊരു നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചറിനെ കുറിച്ച് കുറച്ച് ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. മീൻസ് നമുക്ക് കോർഡിനേഷൻ കോംപ്ലക്സ് ഇപ്പം നെയിമിങ് ഇങ്ങനെ ചോദിച്ചാൽ പല ഇതിലായിട്ട് വരും. ഇപ്പം ചിലപ്പം ഇങ്ങനെ ആയിരിക്കും കോമ്പൗണ്ട് വരും. ഇപ്പം K+ അല്ലെങ്കിൽ പൊട്ടാസ്യം മാത്രമല്ല, വേറെ പല എലമെന്റ്സ് അവിടെ വരാം. ഓക്കെ, മീൻസ് പോസിറ്റീവ് മെറ്റൽ ആറ്റംസ് വരാം. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലോറൈഡ് ആനയോൺ മാത്രമല്ല, അതുപോലെ പല ഇത് വരാം, സൾഫേറ്റ് വരാം, നൈട്രേറ്റ് വരാം, അങ്ങനെ പല ഇതും നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു കോമ്പൗണ്ടിനെ നമുക്ക് നെയിം ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. സോ ഈ നെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ചാർജ് അറിയണം. ചാർജ് എന്ന് പറയുമ്പോൾ പ്രൈമറി വാലൻസി അതുപോലെ സെക്കൻഡറി വാലൻസി കൺസിഡർ ചെയ്താണ് നമ്മൾ അതിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലിഗാൻഡിൻ്റെ ആ ഒരു എത്ര ലിഗാൻഡ്സ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ചാർജ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ പറയുന്നു, അതായത് ഇപ്പോൾ CONH3 6 times Cl3. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ചാർജ് അറിയണം. സോ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി വാലൻസിയാണ് ചാർജ് എന്ന് പറയുന്നത്. സോ ചാർജ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സെൻട്രൽ മെറ്റൽ അയണിന്റെ ആദ്യം ചാർജ് അറിയണം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അമീൻ ലിഗാൻഡ് ആണ്, അമോണിയ ലിഗാൻഡ് ആണ്. സോ അമീൻ ലിഗാൻഡിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ന്യൂട്രൽ ലിഗാൻഡ്. അപ്പോൾ ചാർജ് ലെസ് ആണ് അമീൻ്റെ ലിഗാൻഡിന്റെ ആ ഒരു ഇത് വരുന്നത്. സോ അമീൻ എത്രയാണ്? 0 ചാർജ് വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ കൗണ്ടർ അയണായിട്ട് നിൽക്കുന്ന എത്രയാണ്? Cl3 ആണ്. അതായത് 3 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ 3 × -1 എന്ന് പറയുമ്പോൾ -3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു -3 ന്യൂട്രലൈസ് ചെയ്യാൻ ഈ ഒരു ഹോൾ സ്പിയർ എന്തായിരിക്കും? +3 ആയിരിക്കും ഇതിന് ചാർജ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി +3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇത് ഓൾറെഡി 0 ആണ്. അപ്പം ഇതിന്റെ ചാർജ് എന്തായിരിക്കും? +3 തന്നെയായിരിക്കും. ഇവിടെ കൊബാൾട്ടിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ +3 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, എന്നിട്ട് എന്താണ്? 3 Cl3 ആണുള്ളത്. അപ്പം 3 Cl ആണുള്ളത്. സോ അതിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി -3 ആണ് വരുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ പേര് എഴുതുവാണെങ്കിൽ ഇതൊരു കാറ്റയോണിക് കോംപ്ലക്സ് ആണല്ലേ. സോ ഇതിന്റെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഏത് ലിഗാൻഡ് ആണെന്നാണ് എഴുതേണ്ടത്. സോ ലിഗാൻഡിന്റെ ഓർഡർ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഒരു പർട്ടിക്കുലർ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം ലിഗാൻഡിന്റെ പേര് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അതിന്റെ പേരിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പം പല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വാട്ടർ ലിഗാൻഡ് വരുവാണെങ്കിൽ അതിനെ അക്വ എന്ന് വിളിക്കുന്നു. അതുപോലെ NH3 വരുവാണെങ്കിൽ അതിനെ അമീൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? പിന്നെ NO ആണ് നൈട്രിറ്റോ. അങ്ങനെ ആണ് അതിന്റെ ഇത് സൾഫേറ്റോ. അങ്ങനെയാണ് അതിന്റെ ഒരു നെയിമിംഗ് വരുന്നത്. സോ ഇതിന്റെ നെയിമിംഗ് നമുക്ക് അറിയേണ്ടതാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലിഗാൻഡിന്റെ പേരെഴുതണം. അപ്പോൾ ലിഗാൻഡിന്റെ പേര് എഴുതുമ്പോൾ ഇവിടെ എത്ര ലിഗാൻഡ് ഉള്ളത് കൺസിഡർ ചെയ്യണം. സോ അത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഡൈ, ട്രൈ, മോണോ, അങ്ങനെ പലത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കൗണ്ടിങ്ങിന്റെ മെത്തേഡ് മോണോ, ഡൈ, ട്രൈ, ടെട്ര, പെൻഡ, ഹെക്സ, ഹെപ്റ്റ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ബേസിസിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം എന്ന് പറയുമ്പോൾ ഹെക്സയാണ്. സോ ഹെക്സ അമീൻ ലിഗാൻഡ് ആണ്. അമീൻ ഇനി എന്താണ് വേണ്ടത്? ഇനിയും വേണ്ടതാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സെൻട്രൽ മെറ്റൽ അയൺ. സെൻട്രൽ മെറ്റൽ അയൺ എന്ന് പറയുമ്പോൾ കൊബാൾട്ട് ആണ്. ഓക്കെ, സോ കൊബാൾട്ടിന്റെ നെയിം എഴുതണം. സോ ഈ ഒരു പേര് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തമ്മിലുള്ള ഗ്യാപ്പ് ഒന്നും നമുക്ക് വിടാൻ പറ്റില്ല. ഇപ്പം ഹെക്സ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വിട്ടിട്ടല്ല അമീൻ എഴുതുന്നത്, എല്ലാം ഒരുമിച്ച് എഴുതണം. അപ്പം അമീൻ കഴിഞ്ഞ് ഗ്യാപ്പ് വിടാൻ നമുക്ക് പറ്റത്തില്ല. സോ കൊബാൾട്ട് എഴുതണം. അടുത്തത് കൊബാൾട്ട്. പിന്നെ കൊബാൾട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ചാർജ്, അതായത് റോമൻ ന്യൂമറൽ ലെറ്ററിൽ അതിന്റെ ചാർജ് എഴുതണം. സോ അതായത് ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ +3 ചാർജ് ആണ് 3. ഓക്കെ, പിന്നെ എന്താണ്? കൗണ്ടർ അയൺ ആണ് നമുക്ക് എഴുതുന്നത്. ഇവിടെ ക്ലോറൈഡ് ആണ്. ക്ലോറൈഡിന്റെ എത്ര എണ്ണവും നമുക്ക് എഴുതണം. ക്ലോറൈഡ് ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സിന് നമുക്ക് പേര് കിട്ടി ഹെക്സ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ, ഹെക്സ അമീൻ 6 അമീൻ ലിഗാൻഡ്, ഒരു ക്ലോറൈഡ് കൊബാൾട്ട്, അതുപോലെ 3 ക്ലോറൈഡ് അയൺസ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ കാറ്റയോണിക് കോംപ്ലക്സിന്റെ പേര് എഴുതുന്നത്. ഓക്കെ,
ഇനി സെക്കൻഡ് കേസാണ് ആനയോണിക് കോംപ്ലക്സ്. സോ ആനയോണിക് കോംപ്ലക്സിന്റെ പേരെഴുതുമ്പോഴത്തേക്കും ഒരു ആനയോണിക് കോംപ്ലക്സ് എഴുതും. ഇപ്പൊ K4FeCN6 times. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് അറിയേണ്ടത് ഇവിടെ നമുക്ക് സെൻട്രൽ മെറ്റൽ അയൺ ഏതാണ്? Fe ആണ്. പൊട്ടാസ്യം അവിടെ നമ്മുടെ കൗണ്ടർ അയണായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സൈനൈഡിന്റെ ചാർജ് അറിയണം. പിന്നെ ചില ലിഗാൻസിന്റെ ഒക്കെ ചാർജ് അറിയാമെന്ന് ചോദിച്ചാൽ ചില ലിഗാൻസ് ന്യൂട്രലാണ്. യൂഷ്വലി ഹാലജൻസ് അതുപോലെ സൈനൈഡ് ഒക്കെ വരുന്ന കേസിൽ അതിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ -1 ആയിരിക്കും. ഓക്കെ, അതുപോലെ അമോണിയ അല്ലെങ്കിൽ അമീൻ ലിഗാൻ അതുപോലെ നമ്മുടെ വാട്ടർ ലിഗാൻ്റെ ഒക്കെ വരുവാണെങ്കിൽ ചാർജ് ലെസ് ആണ് അല്ലെങ്കിൽ 0 ആണ്, ന്യൂട്രലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു കേസിൽ -1 ആണ് വരുന്നത് ഇതിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ പൊട്ടാസ്യം എത്രയാണ്? +4 ആണ്, അല്ലെങ്കിൽ മീൻസ് 4 × +1 എന്ന് പറയുമ്പോഴത്തേക്കും +4 ചാർജ് 4 പൊട്ടാസ്യം ഉണ്ട്. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം എത്ര വരും? +4 ആണ് വരുന്നത്. സോ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന -4 ചാർജ് വേണം. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ ഇതിന്റെ Feയുടെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ Feയുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ 6 സൈനൈഡ് ലിഗാൻഡ് ഉണ്ട്. സോ Feയുടെ എക്സാക്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ x - 6 = -4 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ ഇത് നോക്കിയാൽ മതി. സോ x = -4 + 6 +2 ചാർജ് എന്ന് കിട്ടി. എന്തിന്റെ? Feയുടെ ചാർജ് നമുക്ക് കിട്ടി, +2 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ഇതിന്റെ ആ ഒരു നെയിമിംഗ് എഴുതാം, അല്ലെ നോമൻക്ലേച്ചർ നമുക്ക് എഴുതാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ എഴുതുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ലിഗാൻഡിന്റെ പേര് വെച്ചാണ് ആദ്യം തുടങ്ങിയത്. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടുത്തെ പോസിറ്റീവ് കൗണ്ടർ അയോൺ വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. സോ ഈ ഒരു കേസിൽ, അതായത് ആനയോണിക് കോംപ്ലക്സിന്റെ കേസിൽ പോസിറ്റീവ് കൗണ്ടർ അയോൺ വെച്ച് തുടങ്ങണം. സോ ഇവിടെ പൊട്ടാസ്യം ആണ്. സോ പൊട്ടാസ്യം അടുത്ത നമ്മൾ ഒബ്വിയസ്ലി ഈ ഒരു പർട്ടിക്കുലർ ലിഗാൻഡിന്റെ പേരാണ് എഴുതുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈനൈഡ് ആണ്. സോ സൈനൈറ്റോ എന്നാണ് വരുന്നത്. ഹെക്സാസൈനൈറ്റോ, 6 സൈനൈഡ് ഉള്ളതുകൊണ്ട് ഹെക്സാസൈനൈറ്റോ. പിന്നെന്താണ്? സെൻട്രൽ മെറ്റൽ അയൺ ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ അയൺ ആണ്. സോ അയണിന്റെ നമ്മളെ ഫെറൈറ്റ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സൈനൈറ്റോ ഫെറൈറ്റ് 2. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സിന്റെ നെയിമിംഗ് അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എന്ന് പറയുവാണെങ്കിൽ. സോ അതായത് ഇനീഷ്യലി ഇതൊരു അനയോണിക് കോംപ്ലക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൗണ്ടർ അയൺ, പോസിറ്റീവ് കൗണ്ടർ അയൺ ആദ്യം എഴുതണം. അതുപോലെ ഹെക്സാസൈനൈറ്റോ, അതായത് സൈനൈഡ് ലിഗാൻഡ് ആറിൽ എഴുതണം. അതുപോലെ ഫെറൈറ്റ്, ഈ ഒരു പർട്ടിക്കുലർ മെറ്റൽ അയൺ എഴുതുന്നത്. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ അവസാനമാണ് കൗണ്ടർ അയൺ വന്നത്, ഈ ഒരു കേസിൽ ആദ്യമാണത്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ബേസിക്കലി നമുക്ക് ഇതിനകത്ത് അറിയേണ്ട കാര്യം ഈ ഒരു ചാർജ് കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ ഏത് പേരാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് അറിയാവുന്നത്. നമുക്ക് 2-3 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് MoCN64-. ഓക്കെ, ഇത് മോളിബ്ഡിനത്തിന്റെ ഒരു കോംപ്ലക്സ് ആണ്. മോളിബ്ഡിനം പിന്നെ ഉണ്ട് സൈനൈഡ് ലിഗാൻഡ് ആണ്, അതുപോലെ 4- ആണ്. ഓക്കെ, സോ ഇത് എന്ത് തരം സ്പീഷീസ് ആണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. കാരണം ഒരു ആനയോണിക് സ്പീഷീസ് ആണ്. കാരണം ഇവിടെ നോക്കുവാണെങ്കിൽ 4- ചാർജ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് ആനയോണിക് ആയിരിക്കും വരുന്നത്. സോ ഇതിന് മുമ്പൊരു മെറ്റൽ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഏതായാലും സപ്പോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ കേസിൽ ആദ്യം കണ്ടത്? എന്താണ്? ലിഗാൻഡ് എഴുതിയിട്ട് വേണം മറ്റേ ഇത് എഴുതാൻ. സോ ഇവിടെ ഫസ്റ്റ് ലിഗാൻഡ് എഴുതുവാണെങ്കിൽ ഹെക്സാസൈനൈറ്റോ ആണ്. ഹെക്സാസൈനൈറ്റോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഹോൾ ചാർജ് ആണ്. സോ ഇവിടെ -1 ആണ്. -1 × 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? -6 വരുന്നു. സോ -6 -4 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ മോളിബ്ഡിനത്തിൽ ചാർജ് വരുന്നത് +2 ചാർജ് ആണ്. കാരണം അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ +4 വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ +2 ആണ്. +2 - 6 എന്ന് പറയുമ്പോഴത്തേക്കും -4 ആണ് വരുന്നത്. അതായത് ഇത് ചാർജ് വരുന്നതാണ് ആ ഒരു പർട്ടിക്കുലർ +2. മോളിബ്ഡിനത്തിൽ ചാർജ് കിട്ടി. അപ്പോൾ ഹെക്സാസൈനൈറ്റോ മോളിബ്ഡിനേറ്റ്
2 വരുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആ ചാർജ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കേസും ആ ഒരു പർട്ടിക്കുലർ ആനയോണിക് കോംപ്ലക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് കൺസിഡർ ഇവിടെ സോഡിയം ആണ് കൗണ്ടർ ആയിട്ട് വരുന്നത്. സോ സോഡിയം ബാക്കി എന്താണ് ലിഗാൻഡിന്റെ ആണ്. സോ ലിഗാൻഡ് ഇവിടെ നിക്കൽ ടെട്രാക്ലോറൈഡ് ആണ് വരുന്നത്. അതായത് നിക്കൽ ഇവിടെ -4 വരും. അപ്പൊ ഇത് +2 ആണ്. അപ്പൊ +2 ഇവിടെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി +2 മീൻസ് -2 ചാർജ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, -2 ചാർജ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ -2 കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിക്കൽ എത്ര വരും? ഒരു +2 കൊടുത്താൽ മതി അല്ലേ? അത് സിമ്പിൾ മാത്സ് ആണ്. അപ്പം ചാർജ് എല്ലാത്തിനെയും കിട്ടി. സോ സോഡിയം ഹെക്സാക്ലോറോ ടെട്രാക്ലോറോ സോഡിയം ടെട്രാക്ലോറോ പിന്നെന്താണ് നിക്കലിന്റെ ഇതാണ്. സോ നിക്കലേറ്റ് 2 അതും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് CrNH3 thrice H2O thrice Cl3. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ടൈപ്പ് ലിഗാൻഡ് ആണ് ഉള്ളത്. ഒന്ന് വാട്ടർ ലിഗാൻഡ്, അത് അക്വാ ലിഗാൻഡും, അതുപോലെ ഒന്ന് എന്താണ് അമീൻ ലിഗാൻഡ് അല്ലെങ്കിൽ അമോണിയ ലിഗാൻഡാണ് ഇവിടെ വരുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ കേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അമീൻ ആണെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? മീൻസ് AMM എന്നാണ് അതിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ NH3 എന്ന് പറഞ്ഞാൽ AMMINE ആണ്. അതുപോലെ H2O എന്താണ് അക്വ അല്ലെ? സോ ഈ ഒരു ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്ന ഏതാണ്? അമീൻ ലിഗാൻഡ് ആണ് ആദ്യം വരുന്നത് അല്ലെ? സോ ഇവിടെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്ത ഏതാണ്? അമീൻ ലിഗാൻഡ് ആണ്. സോ ട്രൈ അമീൻ. ഇനി ഇതിന്റെ ചാർജ് ഒക്കെ കണ്ടുപിടിക്കണം. ഇവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി -3 ആണ്, ഇത് 0 ആണ്, ഇവിടെ +3 ചാർജ് ആണ് വരുന്നത്. കാരണം ഹോൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. സോ ട്രൈ അമീൻ ഇനി എന്താണ് കൺസിഡർ ചെയ്യുന്നത്? സോ ട്രൈ അമീൻ കഴിഞ്ഞാൽ ട്രൈ അക്വ ആണ് വരുന്നത്. ട്രൈ അക്വ ക്രോമേറ്റ് 3 ക്ലോറൈഡ്. ഓക്കെ, ട്രൈ അക്വ ക്രോമേറ്റ് 3 ക്ലോറൈഡ് എന്നാണ് ആ ഒരു പർട്ടിക്കുലർ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഈ ഒരു H2O പകരം ചിലപ്പോൾ ക്ലോറിൻ വന്നാലും നമ്മൾ ഈ ഒരു കേസിലാണ് നമുക്ക് എഴുതേണ്ടത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതായത് ഫോർമുല തന്നിട്ട് നോമൻക്ലേച്ചർ ചോദിക്കുക, അല്ലെങ്കിൽ നോമൻക്ലേച്ചർ തന്നിട്ട് നമുക്ക് ഫോർമുല എഴുതാൻ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ 2 ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അമോണിയം ടെട്രാക്ലോറോ കുപ്രേറ്റ്. ഇവിടെ നോമൻക്ലേച്ചർ തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് ഫോർമുലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോട്ട് ചെയ്യാം. സോ അല്ലെങ്കിൽ ഇത് എന്ത് ടൈപ്പ് കോംപ്ലക്സ് ആണ് ഇത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് നോക്കുവാണെങ്കിൽ രണ്ടും ഏകദേശം നമ്മുടെ ആനയോണിക് കോംപ്ലക്സസ് ആണ്. ഓക്കെ, സോ ഇവിടെ പോസിറ്റീവ് കാറ്റയോണായിട്ട് വരുന്നത് അമോണിയമാണ്. അമോണിയം NH4+ ആണ് അമോണിയത്തിന്റെ ഫോർമുല എന്ന് പറയുവാണെങ്കിൽ. പിന്നെ എന്താണ് ടെട്രാക്ലോറോ കുപ്രൈറ്റ് 2, അതായത് 4 കോപ്പർ മീൻസ് ക്ലോറിൻ 4 ഉണ്ട്, അതുപോലെ എന്താണ് ഒരു Cu ഉണ്ട്. സോ ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാമെന്നാണ് നമുക്കിത് നോക്കേണ്ടത്. സോ ഇതാണ് അമോണിയാണ് ഇവിടെ കൗണ്ടർ ആയിട്ട് വരുന്നത്. സോ NH4 Cu Cl4 എന്നാണ് ഇതിന്റെ പർട്ടിക്കുലർ കേസ് വരുന്നത്. കാരണം നമുക്ക് അമോണിയ ഇതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ ഇവിടെ -4 ആണ്. സോ ഇതിന് +1 ആണ് വരുന്നത്. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഓക്കെ, പിന്നെ സെക്കൻഡ് കേസാണ് പൊട്ടാസ്യം ഹെക്സാഫ്ലൂറോ കൊബാൾട്ടേറ്റ് 3. സോ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്? ഇവിടെ K+ ഉണ്ട്, അതുപോലെ ഹെക്സാഫ്ലൂറോ എന്ന് പറയുമ്പോഴത്തേക്കും RF6 വരുന്നു, അതുപോലെ കൊബാൾട്ടും ഉണ്ട്, CO ഉണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. KCOF6 എന്ന് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇത് നമുക്ക് NH4 ട്വൈസ് ആണ് യൂഷ്വലി വരുന്നത്. കാരണം അല്ല അങ്ങനെ ന്യൂട്രലൈസ് ആയി പോകുന്നില്ല. കാരണം ഇവിടെ +2 വരും, പിന്നെ ഇവിടെ -4, പിന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി +2 ആണ് വരുന്നത്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിലും നമ്മൾ ഇവിടെ 2 ആണ് വരുന്നത്.
ഇവിടെ അതുപോലെ പൊട്ടാഷ്യം ഹെക്സാക്ലോറോ കൊബാൾട്ടേറ്റ് 3 ആണ്, അതായത് ഇവിടെ -6, ഇവിടെ കൊബാൾട്ടേറ്റ് 3 ആണ്, ഇവിടെ +3 ആണ്. അപ്പോൾ അതിന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി K3 വരും. ഓക്കെ, അപ്പോൾ അത്രയാണ് K3COF6. അതുപോലെ ഇവിടെ NH4 ട്വൈസ് CuCl4 എന്താണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ നെയിമിംഗ് നോമൻക്ലേച്ചർ വരുന്നത്. അപ്പം ഇത്രയായിരുന്നു IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.